ഖദീജ പറയാണേ, ഓയ് ജൂനിയർ ഡി ക്യൂ, വീഡിയോ കുറച്ച് നേരത്തെ ഇടുമെന്ന്. നീ ഡി ക്യൂനെ കളിയാക്കിയതായിരിക്കും. എന്റെ ഈ ലുക്ക് കണ്ടിട്ട് തോന്നിയതായിരിക്കും. ഉപ്പയ്ക്ക് ഒരു കാര്യം അറിയോ, ഈ ഫൈസി അല്ലെങ്കിൽ അത് വേണ്ട. അതെ, വീഡിയോ നേരത്തെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്ത് തീർന്നാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. എന്തായാലും സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 11 റിയാക്ട് ചെയ്താലോ? നമ്മുടെ രശ്മിന് സിജു എന്തോ ടാസ്ക് കൊടുക്കണ്ട്, നമുക്ക് എന്താന്ന് നോക്കാം. ഈ മീശ നീ കൺമഷി ഇല്ലാണ്ട് കൈ ഇല്ലാണ്ട് ജാനുവിന്റെ മുഖത്ത് ആക്കിക്കോ. നല്ല ഫസ്റ്റ് ടാസ്ക് രശ്മി. എന്നിട്ട് വേണം ഞാൻ ജാസ്മിന് ഉമ്മ വെച്ചൊന്നും പറഞ്ഞാൽ ഗബ്രി എന്നെ എടുത്തിട്ട് അടിക്കാൻ, അല്ലേ? നരസിംഹമന്നാടിയാരുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് സമ്മതം. നരസിംഹമന്നാടിയാരല്ലത്, ഇത് ഏതോ നരച്ച സിംഹമന്നാടിയാരുടെ വരെയുണ്ട്. ഞാൻ നോക്കിക്കോളാം. അർജുന കൺട്രോൾ കൺട്രോൾ. അർജുന ദിവസം മറ്റേ സിനിമയുടെ സ്പൂഫ് ആണെന്ന് വിചാരിച്ച് സ്റ്റെപ്പ് ഫാദർ ആണെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നത്. മാടമ്പിള്ളിയിലെ ആ മനോരോഗി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ജാസ്മിൻ അല്ല. ഇത് രാമനാഥനല്ല, ഇത് പടം വലിക്കുന്ന ഷാജി പാപ്പന്റെ വരെയുണ്ട്. ജിൻഡോ ചേട്ടൻ, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഞാൻ കാണിച്ചു തരാം. 1 2 3 പുള്ളി ആ മസിനും വെച്ചോണ്ട് ഡാൻസ് കളിക്കണാണ്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, പാവം. ചോദിക്കണെന്താണെന്ന് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല. ജിൻഡോ അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഗംഭീരം. ജിൻഡോ ഈശ്വര എന്നെ പുറത്താക്കി എന്നാണ് പറഞ്ഞേ. ഗംഭീരം. താങ്ക് യു സർ, താങ്ക് യു. ഓ നല്ലതാന്നാ, താങ്ക് യു ബിഗ് ബോസ്. ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, ഞങ്ങളും എല്ലാം കാണുന്നുണ്ട് ജിൻഡോ ചേട്ടാ. വിശന്നിട്ടുണ്ടല്ലോ, വയറിന് കത്തുന്നു. അയ്യോ എനിക്ക് വിശക്കുന്നേ. നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോണ്ട് പാതിരാക്കി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയും ചിക്കനും. നീയല്ലേ പറഞ്ഞ തല്ലുപിടിക്കണോന്ന്. ഇയാളെ എന്റെ ഇടയ്ക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റും ചെയ്ത വിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരണില്ല എന്ന് പറഞ്ഞ് 2 കുണുവാകൾ കൂടി വഴക്കിട്ട്. അയ്യ, ഹൃദയത്തിന്റെ താളമാണെന്ന് തോന്നുന്നു. ഹൃദയത്തിന്റെ താളോ? ഇത് കുതിരക്കുളമ്പടിയുടെ ശബ്ദമല്ലേ? വിഷമം വന്നിട്ടോ എനിക്ക്. വിഷമം വന്നുണ്ടോ? അയ്യോടാ പാവം. 5 മിനിറ്റ് ഞാൻ ബെഡ്റൂമിൽ വെയിറ്റ് ചെയ്യും. നീ പിന്നെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഏട്ടായി ഒരു കലിപ്പം തന്നെ. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് ലോകത്തിനോട് പറഞ്ഞിട്ട് നമ്മുടെ റോക്കിക്ക് എന്താ പറയാണ്ടിട്ടാ, എന്താന്ന് കേക്കാം. ഇവിടെ നടക്കുന്ന ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ലവ് ട്രാക്കാണ്. അതെ റോക്കി ചേട്ടാ, ലവ് സ്ട്രാറ്റജി തന്നെ. എന്താണ് പ്രണയം? നമ്മുടെ മൃദുല വികാരങ്ങളെ സ്പർശിക്കാൻ കഴിവുള്ള അതൊരു ചിരിയിലൂടെയോ തലോടെയോ നമ്മളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന. ഇതാണോ നിന്റെ കോൺസെപ്റ്റ്? ഇതാണ് എന്റെ കോൺസെപ്റ്റ്. ഓ അങ്ങനെ ഒരു അർത്ഥം പ്രണയത്തിനുണ്ട്. ശരിയെന്നാ എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഗബ്രി 5 മിനിറ്റ് ആയിട്ടുള്ള കാണാനില്ല പുല്ല്, ഞാൻ നാണം കെട്ട്. എല്ലാം പറ്റും, പക്ഷേ അണ്ടർസ്റ്റാൻഡിങ്. അവളോട് പുറത്തിരുന്ന് റോക്കിനോട് നോക്കിച്ചോണ്ടിരിക്കുക. പോസസീവ് ഗബ്രി. അത് പ്രണയമാണോ? റോക്കി, നിനക്ക് അവനോട് പ്രണയമുണ്ടോ? ഒരിക്കലും പ്രണയല്ല, അതെന്റെ ഉൾമനസ്സിൽ നിന്നുള്ള ഇഷ്ടമാണ്. ഇതൊക്കെ കുറെ കേട്ടുണ്ട്. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫ്രണ്ട്ഷിപ്പ്. ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുന്നവരുണ്ടാവാം, എനിക്ക് എന്നോട് താല്പര്യമില്ല. ഒരു ബലൂൺ ഊതി 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 അതിൽ എയറും തുപ്പലും നിറയുമ്പോൾ ഉറപ്പായും ആ ബലൂൺ പൊട്ടും. കാരണം പൊട്ടുന്നെന്നും പറഞ്ഞ് നമുക്ക് ഊതാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മളടുത്ത ബലൂൺ നമ്മളെടുത്തില്ലേ, അറിയാതെ പറഞ്ഞു പോയി. അതിന്റെ ഒരു ബലൂണാണ് ഗബ്രി. ജാസ്മിൻ പുല്ല് അറിയാണ്ട് പറഞ്ഞു പോയില്ല. ന്യായീകരിക്കാം. അങ്ങനെയല്ല, ഗബ്രി എനിക്ക് ബലൂണല്ല. ഗബ്രി എന്റെ ബലൂണല്ല, ഗബ്രി ഇവിടെ എന്റെ എല്ലാമാണ്. മനസ്സിലായില്ല എല്ലാവർക്കും? പുറത്തു പോകുമ്പോ എനിക്ക് വേറെ വലിയ ലോകമുണ്ട്. ഇതിനെയാണ് പറയാ യൂസ് ആൻഡ് ത്രോന്ന്.
അല്ലെ? പക്ഷെ ഈ വീട്ടിലോ എനിക്ക് അവനെ വേണം. അവന് വേണം. ചുരുക്കി പറഞ്ഞ ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് അല്ല, സിറ്റുവേഷൻഷിപ്പ് കൊറോണത്തിന് തലയെ കയറ്റി കുരിശി ചുമന്ന് അനുഭവിച്ചു വന്നാണ്. തന്നെ കൊറേ സ്പേസ് ഉള്ളോണ്ടായിരിക്കും ഒരുപാട് പേര് കേറിയത് അല്ലെ? അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. तुम्हारी जैसी लड़कियां फ्लर्टिंग के लिए नहीं इश्क के लिए बनी है ഷാറുഖ് ഖാൻ ഹിന്ദിയിൽ എന്താ പറയണ്ടിട്ടാ, നമുക്ക് കേട്ടോക്കാം. और इश्क मेरी सेहत के लिए अच्छा नहीं है. സാഹിത്യം അതിനു വേണ്ടിയല്ല, പിന്നെ നിർമ്മിച്ചിട്ടുള്ളത് പ്രണയിക്കാനാണ്. ഓഹോ. ആരോഗ്യത്തിന് പ്രണയം അത്ര നല്ലതല്ല. പക്ഷെ ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നത് നിന്നെ പോലെയുള്ള ബോയ്സ് ഫ്ലേട്ടിങ്ങിനാണ്, ഇഷ്കിനല്ലാന്നായിരിക്കും. പിന്നെ ഞാൻ ചിരിക്കുമ്പോഴൊന്നും ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് സ്നേഹം കാണിച്ചോ? അതൊക്കെ അത്ര ഉള്ളു അൻസിബ. നമ്മൾ മൈൻഡ് ചെയ്യാത്തവര് നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഐസ്ക്രീമിന്റെ കാര്യം ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരിക്കാം. ഇതുവരെ കഴിഞ്ഞില്ലേ? പുല്ലൊരു ഐസ്ക്രീമും തേങ്ങയായിട്ട് ഇന്നത്തെ മൊത്തം തന്നെയായിരുന്നു, ഇന്ന് തന്നെ. ആ യമന ചേച്ചി കിടന്നുറങ്ങി. ഉറങ്ങിയൊന്നുമില്ല, പക്ഷെ ഒന്ന് ഇത് കേട്ട് കേട്ട് കേട്ടൊന്ന് ആ അതിനാണ് ഉറങ്ങാന്ന് പറയാ. ജാസ്മിൻ പവർ ടീമിൽ ഒരാൾ ഉറങ്ങുന്നത് റോക്കി കണ്ട. അപ്പൊ റോക്കി പിന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ടാണ് പട്ടി കുറച്ചത്. ഞാൻ കണ്ടോ? നമ്മള് കണ്ടിട്ടില്ല, കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? ഇങ്ങനൊരു സാധനം അടിയുണ്ടാക്കിപ്പിക്കാൻ വേണ്ടി കണ്ട് രസിക്കുകയാണല്ലേ. ഒരു രസമില്ലാത്ത ഇത് കാണാൻ ചേച്ചി. ചേച്ചിയുടെ വിചാരം രസം ഉണ്ടെന്നാണെങ്കിൽ കൈവച്ചോ. ലക്ഷ്മി പേടിപ്പിക്കുന്ന ഭംഗി. അത് കഴിഞ്ഞൊരു ടാസ്ക് ആയിരുന്നു ക്ലീഷ ഐറ്റം, അതായത് ഗ്ലാസ് നിരത്തി വെക്കുക, പന്തെറിയ. കണ്ടിട്ട് അങ്ങനെ മത്സരം തുടങ്ങി. നമ്മുടെ യമുന ചേച്ചി റോക്കിനെ വെറുതെ പ്രകോപിപ്പിച്ചു. ബാക്കി കാണാം. ഇപ്പുറത്ത് 3 പേരൊക്കെ നിന്ന് തടയാ, അപ്പുറത്ത് ചിന്തോ ചേട്ടൻ ഒറ്റയ്ക്ക് എറിയണേ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കൈകൊണ്ട് മാത്രമേ തടുക്കാൻ പാടൂ. റീമാച്ച് ഒരുക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ടാസ്ക് കൊളായി. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഒരു റീമാച്ച് വെക്കാം. ഞങ്ങൾ കൈയടിച്ച് മാറിയപ്പോഴാണ് നമ്മുടെ റോക്കി പന്ത് പറക്കാൻ വേണ്ടിട്ട് വരായിരുന്നു. അപ്പൊ കാറ്റ് കൊണ്ട് നമ്മുടെ ജാസ്മിന്റെ ടീമിന്റെ ഗ്ലാസ് മറിഞ്ഞു വീണു. ജാസ്മിൻ നീ എന്റെ ഗ്ലാസ് തട്ടിയിട്ടില്ലടാ, കാണിച്ചു തരാടാ. ഇതിനപ്പുറം നീ വരുവോ? കേറി വന്നാ നീ എന്ത് ചെയ്യടി? കേറി വന്ന് നോക്ക്. അടിക്കുവോ തുപ്പുവോ നക്കോ, നീ വന്ന് നോക്ക്. പോയാൽ നിന്നെ ഞാൻ തുപ്പു. ഇങ്ങനെ പോന്ന പെമ്പിള്ളേരെ കാണും, അത് വെച്ച് നീ ഈ ജാസ്മിന്റെ മുഖത്ത് മിന്നുമാണ് എക്സ്പ്രഷൻസ് നോക്ക്. കലാതിലകം വരുന്നു. ചെയ്ത് വെച്ച സാധനം കഷ്ടപ്പെട്ട് ചെയ്തതാ. ജാസ്മിൻ ഒരു മിനിറ്റ്, ഈ അപ്സര സമ്മതിക്കൂല. ജാസ്മിൻ ഒരു മിനിറ്റ് അവിടെ നിക്കോ, റോക്കി അവിടെ നിക്കോ. അല്ല അത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ റീമാച്ച് വെച്ചു. അപ്പൊ നമ്മുടെ ഗബ്രി നേരത്തെ പന്തെറിയാൻ പോയവൻ ജാസ്മിന് ഏൽപ്പിച്ചിട്ട് ഗബ്രി ഇവിടെ വന്ന് നിന്നു. അതൊന്നും നമുക്ക് കാണാം. എറിയടാ എറിയടാ ഒന്ന് എറിഞ്ഞു നോക്കടാ. എവിടെ നിന്റെ വർക്ക് എവിടെ? വരട്ടെ. എടാ ഓക്കെ എറിഞ്ഞു കൊടുക്കടാ അവന്. പവറില്ല. അതെങ്ങനെയാ? പവറുള്ള പവർ ഹൗസിന് എറിഞ്ഞാലേ പവർ ഉണ്ടാവുള്ളൂ. ഒരു ഉണ്ടെങ്കിൽ കറക്റ്റ് വിളിക്കണം. നോക്കി ആണുങ്ങളെ പോലെ കളിക്കടാ. ആണുങ്ങളെ പോലെ കളിക്കാൻ അതെന്തായിരിക്കും ഗബ്രി ഉദ്ദേശിച്ചത്? നീ ആൺപിള്ളേരെ പോലെ കളിക്കണം, പെൺപിള്ളേരെ അറിയാതെ. ഇവരൊന്നും 19ാം നൂറ്റാണ്ടിൽ നിന്ന് വിസ കിട്ടിയിട്ടില്ലേ? ആണ് പെണ്ണ് എന്തുവാടാ ഇത്? അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ടീം വിജയിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻ. കരാട്ടയോ? ശ്രീദേവി ചേച്ചി മാസു. അവൻ ഉന്നം വെച്ച് കറക്റ്റ് ഇവിടേക്ക് തന്നെ അറിഞ്ഞോണ്ടിരുന്നേ. നീ നേരത്തെ എന്തോ പറയണ്ടായിരുന്നല്ലോ. നീ എറിയടാ. പവറില്ല. എന്നിട്ടാണോ ഇപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് പറയണേ? ഒരു ഉണ്ടെങ്കിൽ കറക്റ്റ് വിളിക്കണം. നോക്കി അവൻ ഉന്നം വെച്ചറിഞ്ഞാലെന്ന് ചേച്ചിക്ക് പറയാൻ പറ്റും. എല്ലാവർക്കും എല്ലാവർക്കും എങ്ങനെയാണ് അവിടെ തന്നെ കൊള്ളണേ? റോക്കി പറക്കി ഉന്നം വെച്ച് ഉപദ്രവിക്കാൻ എറിഞ്ഞതാ. നമ്മുടെ റോക്കിനെ നമുക്ക് ഇന്ത്യൻ ടീമിൽ കയറ്റായിരുന്നു. സ്റ്റെമ്പൊക്കെ കറക്റ്റ് എറിഞ്ഞ് വീഴ്ത്തും. അത്രയ്ക്ക് ഉന്നോന്നും ഗബ്രി പറയണേ. ദേശത്തിൽ ആദ്യം തൊട്ട് എന്റെ ഇവിടേക്ക് എറിഞ്ഞോണ്ടിരുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. 3 ഏറ് കൊണ്ടതിന് ശേഷം വേദന എടുത്തു കഴിഞ്ഞപ്പോ
മൂന്നേറെ എന്റെ ആസ്ഥാനത്ത് കൊണ്ടതിന് ശേഷം പറഞ്ഞ വേദന എടുത്തിട്ടാ പറഞ്ഞേ. നീ ഇതൊന്നും ഇവിടെ വിളിച്ചു പറയണ്ട. എനിക്ക് നല്ല വേദന എടുത്തു, അതിന് ശേഷം പറഞ്ഞു എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ മണിമാളിയെ പുറത്തമ്മേ കിഴക്കാവിലമ്മേ, എന്റെ കുലദൈവങ്ങളെ കാത്തോളണേ. ഇവിടെ ഒരു ബ്രേക്കപ്പിനുള്ള ചാൻസ് ഞാൻ മണക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ചോ, ക്ലിയർ ചെയ്തോ, പക്ഷെ അടിയിലേക്ക് പോവല്ലെന്ന് പറയുക. ഗബ്രി, എന്റെ അപ്സരെ അടിയിലേക്ക് പോയ കാര്യം തന്നെയാ പറഞ്ഞേ. അപ്സര ആ അടി അല്ലടാ മണ്ട, ഈ അടി അവൻ ചെയ്തെന്താന്ന് ഞാൻ മാത്രം കണ്ടിട്ടുണ്ട്, ശ്രീരേഖ ചേച്ചി കണ്ടിട്ടുണ്ട്. ശ്രീരേഖ, നീ എന്തിനാടാ നീ നാറ്റ കേസിലേക്കൊക്കെ എന്നെ വലിച്ചിരുന്നേ? ഡൗട്ട് ഉണ്ടെങ്കിൽ മാറ്റി കൊടുത്തോ. ശരിക്കും പ്രായത്തിന്റെ പക്വത നീ കാണിക്കേ. പ്രായത്തിന്റെ പക്വത അത് നീ കാണിക്കും ഗബ്രി. പിടിക്കും, ഇത് വർഷങ്ങളുടെ വിശ്വസ്തതയോ. പ്രായത്തിന്റെ പക്വത ഗബ്രിയുടെ രക്ഷകർത്താവാണ് നമ്മുടെ ജാസ്മി. PTA മീറ്റിംഗിന് വന്നേണതാ. രണ്ട് പെമ്പിള്ളേരുടെ വയറ്റത്തേക്ക് മാറി മാറി അറിയുമ്പോ മിണ്ടാൻ. പെൺപിള്ളേരാ നിന്റെ ടീമിലാ, പെൺതള്ള അത് മതിട്ടാ. എറിഞ്ഞു, ഗെയിമാണ്, സംഭവിക്കും. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. നിങ്ങൾ കണ്ടോ? കണ്ടിട്ടില്ലല്ലോ. ഇവളുടെ വായിൽ സ്പീക്കർ ഉണ്ടാ പണ്ടാറ് എന്തൊരു സൗണ്ട്. മുന്നേ തെറ്റി വരുന്നത് നിങ്ങൾ പറഞ്ഞ അടുത്ത ഗെയിമോട്ട് ഗബ്രി ഗെയിം കളിക്കണേ. എന്നെ ബോളർ തെരഞ്ഞെട്ടാ. ടീച്ചർ അപ്സര ടീച്ചർ ബോൾ തെരഞ്ഞോ. നീ ആണെങ്കിൽ എറിയടാ. നീ ഓഹോ പ്ലീസ് ഓക്കെ, സമ്മതിച്ചു, നീ ആണ് തന്നെ. ആ എന്നിട്ടാണ് അവര് രണ്ടുപേരും കൂടി എന്റെ തലക്ക് കയറാൻ. ഞാനില്ല മോളെ, അവര് അടിപിടിച്ചാവട്ടെ. അല്ല ഗബ്രി, അപ്പൊ നീ നേരത്തെ പറഞ്ഞു അവനാണെങ്കിൽ പന്തെറിയാൻ. അപ്പൊ എറിഞ്ഞപ്പോ മനസ്സിലായില്ല അവനാണെന്ന്. നീ കൈ കൊണ്ട് തൊട്ടാലേ മനസ്സിലാവുള്ളൂ അവനാണെന്ന്. അത് പോയിന്റ്. ശ്രീരേഖ ചേച്ചി, എന്റെ ഇവിടെ പന്ത് കൊണ്ടു. അത് സ്ഥാനമാണോ അസ്ഥാനമാണോ എന്നൊന്നും എനിക്കറിയില്ല. അർജുൻ പോയിന്റ് പറയുന്നു. അങ്ങനെ അടിവശരായപ്പോൾ 3 പേരെയും ബിഗ് ബോസ് വിളിപ്പിച്ചു. അവിടെ കുറച്ച് കോമഡി കണ്ടിട്ട് വരാം. വഴക്ക് കണ്ട് മടുത്തു. ബിഗ് ബോസും മടുത്താ, ഞങ്ങളും മടുത്തു ബിഗ് ബോസ്. ഗബ്രി, എല്ലാം ഗെയിം സ്പിരിറ്റിൽ എടുക്കൂ. അതെ മോനെ, ഇതൊക്കെ രസല്ലേ ആക്കണ്ടേ മോനെ. ഓക്കെ ബിഗ് ബോസ്. ചമ്മി, ഞാനൊന്നും ചെയ്തില്ല, എന്റെ കൈ രണ്ടും ബാക്കിൽ കെട്ടിയിരിക്കുന്നു. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. പിന്നെ ചമ്മി പറഞ്ഞത് വ്യക്തമായെങ്കിൽ പോകാം. താങ്ക് യു ബിഗ് ബോസ്. അങ്ങനെ പിന്നെ നാണം കടാൻ ഗബ്രിയുടെയും ജാസ്മിന്റെയും ജീവിതം ഇനിയും ബാക്കി. ഗബ്രിയും ജാസ്മിനും, നീ വേഗം കിടക്ക്. നമ്മൾ തുറന്ന ടോറിക്കോടെ ആ റോക്കി വരാൻ പാടില്ല. തലക്കിട്ടും കിട്ടി, അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തു. ഇത്രയും ദിവസമായിട്ട് ശ്രീരേഖ ചേച്ചി ഒരു നല്ല സ്റ്റാൻഡിൽ നിൽക്കുന്നത് കാണുന്നത് ഞാൻ ഇപ്പോഴാണ്. ഞാൻ ആരെയും വിശ്വസിക്കില്ല. അപ്പൊ എന്നെ വിശ്വസിക്കില്ല നീ? എനിക്ക് ഒറിജിനൽ നമ്മുടെ ജാസ്മിൻ എന്തോ അർജുനെ പറ്റി പറയാണ്ട് നമുക്ക് കേൾക്കാം. സ്വഭാവം കണ്ടിട്ട് എനിക്ക് മാ വെച്ചെന്തോ പറയാമെന്നല്ലോ. ഓ, ക്യാമറ ഉള്ളോണ്ട് പറയാതിരുന്നാണല്ലേ. മനസ്സിലായി. സ്വഭാവം കണ്ടിട്ട് എനിക്ക് മനോഹരൻ എന്നല്ല പറയാമെന്ന് എനിക്ക് മനസ്സിലായി. റോക്കി, ഇവരെന്നെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നതാണ്. കാണിച്ചു തരാം. ഞാനൊരാണല്ലേ. ഓ, നീ ആണായിരുന്നോ? ശരിയെന്ന് തോന്നിയതല്ലേ ജാൻമണി ചെയ്തിട്ടുള്ളത്. ഗബ്രി, ജാൻമണിന്നൊന്ന് സോപ്പിട്ടേക്കാം. അങ്ങനെ ഒരു ഇത് ഞാൻ ജാൻമണിയിൽ കണ്ടിട്ടുണ്ട്. ഗബ്രിയുടെ ജാസ്മിന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നമ്മളിപ്പോ പുറത്താക്കാൻ വേണ്ടിട്ടാണ് അല്ലായിരിക്കില്ലേ? ജാനു, എനിക്ക് അടിവയറ്റിൽ വേന എടുത്തോണ്ടിരിക്കുക എയർ കൊണ്ടിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പം ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു സുഖം ഉണ്ടാവും പറയണേ. അങ്ങനെ ഗബ്രിയുടെ അടിവയറ്റിൽ മഞ്ഞ് വീഴ്ത്താൻ ജാസ്മിന് സാധിച്ചില്ലെങ്കിലും ഗബ്രിയുടെ അടിവയറ്റിൽ വേദന വീഴ്ത്താൻ റോക്കിക്ക് സാധിച്ചു എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 12 നാളെ കാണാം. അതുവരെ